രാവിലെ നമ്മുടെ ചെറിയ തോട്ടത്തിലോട്ട് വന്നാക്കിയാണ്. അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഇന്നലെ വൈകിട്ട് ഇതിനൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ ആദ്യം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. അതായത് ഈ സൈഡിലോട്ട് ഓസ് എത്തൂല, കാരണം ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കണം. അപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ഞാൻ അപ്പുറം ഒഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇവിടെ രാവിലെയുള്ള സമയങ്ങളിൽ ഒഴിക്കുന്നില്ല. പക്ഷേ ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരുന്നു. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ചെടികളൊക്കെ ഉണങ്ങിക്കുന്നുണ്ട്. ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. പിന്നെ അത് ഓർക്കിഡിന് പുതിയൊരു ഇത് കൂടിയാണ് കേട്ടോ, പുതിയ പൂവിടാനായിട്ട്. പിന്നെ ബോഗൺവില്ല ഇതൊക്കെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നട്ടുള്ളൂ. ഇത് ഒരുവിധം പൂവൊക്കെ ആയിട്ട് വന്നിട്ടാണ് നട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം വേര് പിടിച്ചിട്ടുണ്ടാവില്ല ഇതിന്. ഇപ്പം തന്നെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി പോകും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടുള്ളത്. പിന്നെ പെൻഡാസ് നട്ടിട്ട് ഇത് ഒരെണ്ണം എന്താണെന്നറിയില്ല, ഒരെണ്ണം പോയി കിടക്കിയിട്ട് ബാക്കിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം ഇത്തിരി ആയിട്ടാണ് പറിച്ച് നടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഞാനിത് 2 പയറിൻ്റെ വിത്ത്, 2 അല്ല കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. 2 അപ്പോൾ മുളച്ചിട്ട് ഇതിപ്പോൾ നടാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിത് നടാന്നോർത്താണ്. അപ്പോൾ ഈ ഒഴിഞ്ഞ ഗ്രോ ബാഗുകൾ അന്ന് നട്ടിട്ട് ഇതിലൊക്കെ നട്ടിട്ട് ചെടികൾ പോയതാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ പയറിൻ്റെ ചെടി നട്ട് വെക്കാമെന്നോർത്താണ്. പിന്നെ ഇതും ഇതിലോട്ടെന്ന് പറഞ്ഞു അന്ന് വെള്ളമൊക്കെ ഇട്ട് വെച്ചാക്കണം. അപ്പോൾ വെള്ളം ഇത്തിരി നനച്ചിട്ട് അങ്ങോട്ട് നട്ടാൽ മതി. നട്ട് വെക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്രോ ബാഗ് എടുത്ത് തണലത്തോട്ട് വെച്ച് ഇവിടെ പുല്ല് പിടിച്ചിരിക്കുന്നുണ്ട്. ആ പുല്ലിൻ്റെ ചെടികളുടെ താഴത്തോട്ട് വെച്ചപ്പോൾ ഒരു തണൽ കിട്ടുമല്ലോ. അല്ലെങ്കിൽ വൈകുന്നേരമായി പോവും, അതിൽ വാടിപ്പോവും. നല്ല വെയിൽ കിട്ടും ഇവിടെ. അപ്പോൾ ഞാനൊരു അത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിന് വേണ്ടി ഒരു മണ്ണിളക്കട കൊലയിലെടുത്തുണ്ടട്ടെ. ചവറൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി 2 ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നടാൻ നോക്കട്ടെ കേട്ടോ. ഒന്ന് കുഴിച്ചിട്ട് വെച്ചു കൊടുക്കാം. കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിന്നതേ കുറച്ച് മുളക് കൊണ്ട് പാകിയിട്ടുണ്ട് കേട്ടോ, മുളകിൻ്റെ വിത്ത്. അതിലിടക്ക് കുറച്ച് 2-3 മുളച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ പാകി വെച്ചാൽ വയറെടുക്കട്ടെ. നമ്മുടെ അന്ന് അമ്മയുടെ ഉണ്ടായിരുന്ന പയറില്ലേ, അത് തന്നെയാണ് നടന്നത്. അതിൻ്റെ വിത്താണ് മുളപ്പിച്ചത്. ഇതിന് 2 ഇലയും കൂടി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു പയർ 2 ചെടിയുണ്ട് കേട്ടോ. 2 കൂടി ഒരുമിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പോവും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. മണ്ണ് നല്ലപോലെ ഉണങ്ങി കിടക്കുന്ന മണ്ണാണിത്. ഇതിലാ മണ്ണധികം കുഴപ്പമില്ല. പക്ഷെ ഇതിലെ മണ്ണ് ഉണങ്ങി കിടക്കുക. ഒരു വാഴലിവിടെ വീണെടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേലെ കൊണ്ട് വെക്കല്ലെങ്കിൽ വെയിലത്ത് പോയാലാന്ന് ഓർത്താണ്. കണ്ട ഈ വാഴലെടുക്കട്ടെ. മേലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചൂടിപ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. കാരണം ചെടി ഏതെല്ലാം വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. പിന്നെ ഇത് 3-4 തക്കാളി ഉണ്ട്. അധികം വലുതല്ല, ചെറുതാണ്. എന്നാലും ഇത് പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഇതുമേ മുറണം നിൽക്കുന്നുണ്ട്. വേണ്ട,
അടിയിൽ എന്തൊക്കെ ഇടുവന്നിട്ടുണ്ട് കേട്ടോ, വേണ്ട എന്താണെന്നറിയില്ല. പിന്നെ അതേ ഒരു വെണ്ട നിൽക്കണുണ്ട്, അതും പൊട്ടിച്ചെടുക്കട്ടല്ലേ, ഇത് മൂത്തു. ഇതേ ഇവിടെയും ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട് ചില നാളെ വന്നു കഴിഞ്ഞാൽ ഇത് മൂത്തിരിക്കും. പിന്നെ വെണ്ടയ്ക്ക് ഇതേ പൂവിട്ട് വന്നുണ്ട്. വെണ്ട നട്ട് കൊടുക്കണം നല്ലതാണ്. വെണ്ട ഉണ്ടാവും. ദേ ഒരു വെണ്ടയും കൂടി നിൽക്കണ്ടല്ലോ, ഇതും കൂടി എടുക്കട്ടെ. ഞാനിത് കാണില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ വെണ്ട ഉണ്ടായിക്കണ കാണില്ല. എന്താ പച്ചമുളക് കുറച്ചൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പൊട്ടിക്കല്ല. എനിക്ക് വീട്ടിൽ കുറച്ച് പണികൾ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പാകി, നമ്മുടെ ഈ കലം ഉണ്ടല്ലോ, മുളകൊക്കെ പാകി വെച്ചേക്കണത് ഞാൻ വീട്ടിൽ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി. ഇവിടെ വെയിലാണല്ലോ, നമ്മുടെ ഈ മുളകിൻ്റെ ഈ കലം ഇവിടെ തന്നെ കൊണ്ട് വെച്ച് പാകിയത്. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ മുളച്ച് നട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെയാണ്. അത് ഞാൻ പിന്നെ ഇന്ന് തന്നെ നട്ട് വെച്ചത്. ഇത് വെങ്കാറോസ് ചാണ്ടിലെ കൂമ്പ് ഉള്ളി കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂമ്പ് തന്നെ ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഇങ്ങനെ വെങ്കാറോസൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയതിൻ്റെ കൂമ്പ് നുള്ളി കൊടുക്കണം. അപ്പോഴാണ് ഇതിനെ വലുതായിട്ട് കൂമ്പുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ബ്രാഞ്ച് വരില്ല. ചെറുപ്പത്തിൽ തുടങ്ങണ്ട. ഇവിടെ നുള്ളി കൊടുത്തപ്പോൾ അത് ഇന്ന് കണ്ട 1, 2, 3 ബ്രാഞ്ച്, 3 ശിഖരങ്ങൾ ഇങ്ങോട്ട് വന്നാക്കിയിരുന്നു. എന്ത് കളറാണെന്നറിയില്ല. ഞാനൊരു തൈ അവിടെ മുളച്ചിക്കലുണ്ട്, പിലോട്ട് ചട്ടിയിലോട്ട് നട്ടതാണ്. അപ്പോൾ പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.